എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. സംസാരിക്കുമ്പോൾ എപ്പോഴെപ്പോഴും നമുക്ക് ആവശ്യമുള്ള വാ തുറന്നാൽ നമുക്ക് ഈ വാക്കുകളില്ലാതെ സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത്ര സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ വാക്കുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. വന്നോ പോയോ എന്ന് പല തരത്തിൽ നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. അവൻ വന്നോ, അവൾ വന്നോ, അവൾ വന്നു, അവൻ വന്നു. അവൻ വന്നു എന്ന് പറയുന്ന പോലെയല്ല അവൾ വന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവൻ വന്നോ എന്ന് ചോദിക്കുന്ന പോലെയല്ല അവൾ വന്നോ എന്ന് ചോദിക്കുന്നത്. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തോടെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് അമർത്തുവാണെങ്കിൽ, ഫുൾ ഓപ്ഷനിൽ അമർത്തുവാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കിട്ടാൻ കാരണമാകും. അല്ല, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരു ഛേദമില്ലാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല, സാമ്പത്തികമായിട്ട് ഒരു നഷ്ടമില്ല, നിങ്ങളുടെ ഡാറ്റ പോകത്തില്ല. നിങ്ങൾ ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. എന്നാൽ ആയി എന്ന് പറഞ്ഞാലും വന്നു എന്നാണ്. അതാ എങ്ങനെയാണ് പറയുക? അപ്പോൾ നമ്മൾ വിളിക്കുകയാണ്, ഒരാൾ എന്നെ വിളിക്കുകയാണ്, തങ്കച്ച എന്ന് ഇവിടെ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഹിന്ദിയിൽ എങ്ങനെ വിളിക്കും? തങ്കച്ചൻ ഇതറാവോ, അല്ലെങ്കിൽ തങ്കച്ചൻ ഇതറായേ, തങ്കച്ചൻ ഇതർ ഇങ്ങനെ പലതരത്തിൽ നമുക്ക് വിളിക്കാൻ പറ്റും. എങ്ങനെ? തങ്കച്ചൻ ഇതറായേ, അത് ബഹുമാനത്തോടെ വിളിക്കുകയാണ്. തങ്കച്ചൻ ഇതറായേ, തങ്കച്ചൻ ഇവിടെ വരൂ. അത് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് പറയുന്നത് തങ്കച്ചൻ ഇവിടെ വന്നാലും. യഹാം ആയിയേ, അങ്ങ് ഇവിടെ വന്നാലും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ താങ്കൾ ഇവിടെ വന്നാലും. എന്നാൽ തങ്കച്ചൻ ഇതറ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കൊളോക്കിയലാണ്. അത് റെസ്പെക്റ്റ്ഫുൾ അല്ല. അത് കൊളോക്കിയൽ ലാംഗ്വേജാണ്, ഇൻഫോർമൽ ലാംഗ്വേജാണ്. തങ്കച്ചൻ ഇതറ, തങ്കച്ചനോട് വാ, ഒരു ആജ്ഞ പോലെയാണ് പറയുന്നത്. തൂ ഇതറ, നീ ഇവിടെ വാ. ഇതറായേ, അങ്ങ് ഇവിടെ വന്നാലും. തും ഇതറാവോ, നിങ്ങൾ ഇവിടെ വന്നാലും. ഈ തുമ്മും തൂവും ഒന്നും ഫോർമൽ ലാംഗ്വേജ് അല്ല, അത് ഇൻഫോർമൽ ലാംഗ്വേജാണ്, കൊളോക്കിയൽ ലാംഗ്വേജാണ്. റെസ്പെക്റ്റ്ഫുൾ അല്ല അതൊന്നും കേട്ടോ. റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യഹാം ആയിയേ, അതാണ് റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള വാക്ക്. അപ്പോൾ വിളിക്കുമ്പോൾ എന്നെ വിളിക്കണം, തങ്കച്ചൻ സാർ ഇതറായേ, തങ്കച്ചൻ സാർ ഇതറായേ, തങ്കച്ചൻ സാർ ഇങ്ങോട്ടൊന്ന് വരൂ. അപ്പോൾ ഞാൻ പറയണേ മേ ആയാഹും അല്ലെങ്കിൽ മേ ആയേ, ഞാൻ വന്നു. നമ്മളങ്ങനെ പറയില്ലേ, ഇതാ വന്നു എന്ന് പറയില്ലേ. മേ ആയ അല്ലെങ്കിൽ മേ ആയാഹും എന്ന് പറഞ്ഞാൽ പൂർത്തിയായി. മേ ആയ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഒരു പെണ്ണാണെങ്കിലോ, ഒരു സ്ത്രീയെയാണ് വിളിക്കുന്നതെങ്കിൽ ആ സ്ത്രീ എന്ത് മറുപടി വരും? മേ ആയിയും അല്ലെങ്കിൽ മേ ആയി അല്ലെങ്കിൽ മേ ആയിഹും, പോയി എന്ന് പറയും. പെട്ടെന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാവും. എന്താ പറയുക, നമ്മളിപ്പോൾ മലയാളത്തിൽ എന്താണ് പോയി എന്ന് പറയാൻ പോയി എന്നല്ലേ പറയാം. പിന്നെ വേറൊരു ഭാഷയെ പറയാൻ നേരത്തെ നമ്മൾ വേറെ തരത്തിൽ പറയേണ്ട ആവശ്യമില്ല, അത് തന്നെ പറഞ്ഞാൽ പോരെ, ഗയാ, പോയി. പക്ഷെ ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഹിന്ദിയാണ് പറയുന്നതെങ്കിൽ ഹിന്ദിയിലാവുമ്പോൾ ലേഡീസിന് വേണ്ടി പ്രത്യേക ഒരു വാക്കുണ്ട്. ഗയ എന്നുള്ളിടത്ത് ലേഡീസ് പറയുമ്പോൾ ഗെയ് എന്ന് പറയും. ഗെയ്, ഓ ഗെയ് എന്ന് പറഞ്ഞാൽ അവൾ പോയി എന്നാണ്. ഓ ഗെയ്, അവൾ പോയി. എന്നാൽ അവൻ പോയത് എങ്ങനെ പറയാം? ഓ ഗയാ, ഓ ഗയ. അപ്പോൾ ഓ ഗയ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഓ എന്നുള്ള വാക്ക് വഹ് എന്നാണ് നമ്മൾ എഴുതുക. വഹ് ഗയ എന്ന് പറയാം നമുക്ക്. പക്ഷേ അങ്ങനെ പറയാറില്ല. ഓ ഗയ, അവൻ പോയി. ഓ ഗെയ്, അവൾ പോയി. വഹ് ഗെയ് എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്കത് മനസ്സിലായി അല്ലേ? എന്നാൽ ബഹുമാനപ്പെട്ട ഒരാളാണ് പോകുന്നതെങ്കിലോ നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഒരാൾ നമ്മുടെ അടുത്ത് വന്നു, വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്, ശ്രേഷ്ഠ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളെന്താ പറയുക? വേ ഗയേ, അദ്ദേഹം പോയി അല്ലെങ്കിൽ അവർ പോയി. വേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നും അവർ എന്നും അർത്ഥമുണ്ട് കേട്ടോ. അത് പ്രയോഗം അനുസരിച്ചാണ്. വേ ഗയേ, അദ്ദേഹം പോയി, അങ്ങനെ പറയണം നമ്മൾ കേട്ടോ. അല്ലാതെ എല്ലാവരും നമ്മൾ ഒരേ അളവിൽ നമുക്ക് അളക്കാൻ പാടില്ല. ഗയ ഷോർട്ടായിട്ട് നമുക്ക് പോയെന്ന് ചോദിക്കാനേ ഗയ അങ്ങനെ ചോദിക്കാം. അത് ഒരു ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണെങ്കിൽ നമ്മളെന്ത് ഗയേ പോയോ, വേ ഗയേ ക്യാ, അദ്ദേഹം പോയോ, വേ ഗയേ ക്യാ, അദ്ദേഹം പോയോ. അല്ലെങ്കിൽ ക്യാ വേ ഗയേ, അദ്ദേഹം പോയോ.
അല്ലെങ്കിൽ ക്യാ വേ ഗേ അവർ പോയോ എന്തൊക്കെ നമുക്ക് അങ്ങനെ ചോദിക്കാം കേട്ടോ. നമ്മൾ പോയി എന്ന് പറയാനാണെങ്കിലോ മലയാളത്തിൽ പറയുന്ന പോലെ നമ്മളിപ്പോൾ പോയോ എന്ന് ചോദിച്ചു, നമ്മളെന്ന് പറഞ്ഞു പോയി, അല്ലെങ്കിൽ പോയില്ല എന്ന് നമ്മൾ പറയും അല്ലേ. പോയില്ലെങ്കിൽ പോയില്ല എന്ന് പറയും, പോയെങ്കിൽ പോയെന്ന് പറയും. അതേപോലെ പറഞ്ഞാൽ മതി ഹിന്ദിയിലും. എങ്ങനെ? ഗയാ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അർത്ഥം. എന്നാൽ നീട്ടി ചോദിക്കണം ഗയാ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? പോയോ എന്നാണ്. ഗയേ പോയോ, ഗയാ പോയോ. എന്നാലും നമ്മൾ പറയണത് ഗയ പോയി, ഗൈ പോയി, ഗയ പോയി. ഈ ഗൈ എന്ന് പറയുന്നതിന് സ്ത്രീലിംഗമായതുകൊണ്ട്, ഗയ എന്ന് പറയുന്നത് പുല്ലിംഗമായതുകൊണ്ട്, ഗേ എന്ന് പറയുന്നത് ബഹുവചനവും ആയതുകൊണ്ട് കേട്ടോ. ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തി, ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എണ്ണം എന്നുള്ള അർത്ഥത്തിലല്ല, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളോട് നമ്മൾ ബഹുവചനമാണ് ഉപയോഗിക്കുക. ഇതാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മാവന്മാർ, ഇങ്ങനെയുള്ളവർ, വല്യച്ഛൻ, അങ്ങനെ വല്യമ്മ, അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം അല്ലേ. അതേപോലെ നമ്മുടെ ഒരു സഭയുടെ തലവന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പം ഓർത്തഡോക്സ് പാരമ്പര്യം ഒക്കെ അനുസരിച്ച് പറയുകയാണെങ്കിൽ നിതാന്ത വന്യദിവസ്ത്രീ, മോറോൻ മോർ ബെസേലിയോസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഒരുപാട് തീട്ടി പറഞ്ഞു. അത്രയൊന്നും പറഞ്ഞില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മൾ വേ ഗയേ എന്നെങ്കിലും പറയാൻ കഴിയണം. മറ്റൊരു വാക്കാണ് ആവോഗേ. ആവോഗേ, ആവോഗേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുമോ എന്നൊരർത്ഥമാണ്. ആവോഗേ എന്ന് പറഞ്ഞാലോ വരും എന്നർത്ഥമുണ്ട് കേട്ടോ. ഇത് വളരെ ശ്രേഷ്ഠമായ ഭാഷയാണിത്. ആവോഗേ വരുമോ, ആവോഗേ വരും. എന്നാലോ ആവൂങ്ക എന്ന് പറഞ്ഞാലും വരും എന്നാണ്, ആവൂങ്കി എന്ന് പറഞ്ഞാലും വരും എന്നാണ്, ആയേക എന്ന് പറഞ്ഞാലും വരാം എന്നാണ് അർത്ഥം, ആയേഗി എന്ന് പറഞ്ഞാലും വരും വരാം എന്നൊക്കെയാണ് അർത്ഥം. ആയേക വരും വരാം, ആയേഗി വരും വരാം എന്നൊക്കെയാണ്. ഇങ്ങനെ പല തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. ഈ കൺഫ്യൂഷനൊന്നും വേണ്ട, ഇതിൽ ഏതെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നമുക്കിത് ഒരു കാര്യം മനസ്സിൽ വെക്കണം. എങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ ചോദ്യം ചോദിക്കുന്നത്? ചോദ്യം ചോദിക്കാനായിട്ട് നമ്മുടെ സൗണ്ട് ഒന്ന് മാറ്റി നമ്മൾ ചെയ്യാം. കുറച്ച് നീട്ടി ചോദിക്കും അല്ലേ. വന്നോ, അദ്ദേഹം വന്നോ, വേ ആയേ, വേ ആയേ, വേ ആയാ, വേ ആയേ. ഇത് വേ ആയെന്ന് തന്നെ പറയാം നമുക്ക്. വേ ആയേ, അദ്ദേഹം വന്നു. കുറച്ച് ഷോർട്ടായിട്ട് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമായി. മലയാളം നമ്മളെങ്ങനെയും പറയാം, നമുക്കറിയാവുന്ന ഏത് ഭാഷ ഇങ്ങനെ തന്നെ പറയണം. വലിയ വ്യത്യാസമൊന്നുമില്ല, ടോണിലാണ് മാറ്റം. ഈ ടോൺ ചേഞ്ച് ചെയ്താൽ ചോദ്യമായി, ടോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി കേട്ടോ. ആവോഗേ എന്നുള്ളൊരു വാക്കിന് ഇംഗ്ലീഷിൽ അതിന് തുല്യമായിട്ടുള്ളൊരു വാക്കുള്ളതെന്ന് പറഞ്ഞാൽ കമ്മിങ് എന്നാണ്. ഈ കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നു എന്നൊരർത്ഥം. നമ്മളിപ്പോൾ ഒരു പിക്ചർ ഒക്കെ റിലീസാകുമ്പോൾ കമ്മിങ് സൂൺ എന്നൊക്കെ നമ്മൾ കേൾക്കാം അല്ലേ. പെട്ടെന്ന് റിലീസാവും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. വരുന്നുവോ, വരുന്നോ എന്നർത്ഥമുണ്ട്. ആർ കം, ആർ യു കമ്മിങ് അല്ലേ, ആർ യു കമ്മിങ്, നിങ്ങൾ വരുന്നോ. അതേപോലെ പ്രയോഗം നമ്മുടെ ടോണിനകത്താണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഭാഷ എന്ന് പറഞ്ഞാൽ വെറും വാക്കുകൾ മാത്രമല്ല, വാക്കുകളുടെ ടോണിനുണ്ട്, പിന്നെ നമ്മുടെ ശരീര ഭാഷയ്ക്കുണ്ട്, കണ്ണുകളുടെ ഭാഷ, അതുപോലെ നമ്മുടെ എക്സ്പ്രഷൻ, ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് ഭാഷയ്ക്ക് ജീവൻ വെക്കുക. അല്ല നമ്മൾ കുറച്ച് വാക്കുകൾ വെറുതെ പെറുക്കി അങ്ങനെ കുട്ടികൾ കല്ല് പെറുക്കി ഇടുന്നത് പോലെയോ അല്ലെങ്കിൽ ബോൾ ആകാശത്തേക്ക് എറിയുന്ന പോലെ വെറുതെ വാക്കുകൾ എടുത്തിട്ടാൽ അത് ഭാഷയാവില്ല. ഭാഷയ്ക്ക് ചേർന്നതായിട്ടുള്ള ടോണ്, എക്സ്പ്രഷനും കൊടുക്കണം. അപ്പോഴാണ് അതിന് ശരീരം ധരിച്ച് നമ്മുടെ അടുത്തേക്ക് വരിക. ആത്മാവ് ശരീരം ധരിച്ച് വരുന്നത് പോലെ വാക്കുകൾക്ക് നമ്മുടെ ഭാവങ്ങളും എക്സ്പ്രഷനും അതേപോലെ അതിൻ്റെ ടോണും കൂടി കൊടുക്കുമ്പോഴാണ് അത് യഥാർത്ഥ അർത്ഥത്തിലേക്ക് പരിവർത്തനം ചെയ്തു വരിക. ക്യാ ആപ് ആവോഗേ, ക്ലിയറായി കേട്ടോ. ഈ ക്യാ എന്നുള്ളൊരു ചോദ്യം അവിടെ വെച്ച് കഴിഞ്ഞാൽ ക്യാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നാണ് അർത്ഥം. അങ്ങനെ ആദ്യം ആ വാക്ക് ഇട്ടിട്ട് ചോദിച്ചാൽ കൺഫേം ആയി ഇതൊരു ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവും. ക്യാ ആപ് ആവോഗേ, അങ്ങ് വരുമോ, ക്യാ ആപ് ആവോഗേ, അങ്ങ് വരുമോ, ആപ് ആവോഗേ ക്യാ. ആ ക്യാ എന്നുള്ളത് അവസാനം ഇട്ടാലും ആപ് ആവോഗേ ക്യാ അവസാനം ഇട്ടാലും ഇതേ അർത്ഥം, അങ്ങ് വരുമോ എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് പലതരത്തിലും വാക്കുകൾ ഉപയോഗിക്കാം. അങ്ങ് വന്നിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കും? നമ്മളൊരാളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു, പക്ഷേ തിരക്കിനിടയിൽ നമുക്ക് അദ്ദേഹത്തെ കാണാനോ കാഴ്ചയില്ലെങ്കിൽ കണ്ടെങ്കിൽ തന്നെ ഓർമ്മയില്ല. പിന്നീട് ഒരു അവസരത്തിൽ കണ്ടുപിട്ടിയപ്പോൾ നമ്മൾ അദ്ദേഹം ചോദിക്കുകയാണ്, അങ്ങ് വന്നിരുന്നോ, ക്യാ ആപ് ആയേ, ക്യാ ആപ് ആയേ, അങ്ങ് വന്നിരുന്നോ, ക്യാ ആപ് ആയേ, അങ്ങ് വന്നിരുന്നോ. അതിന് നമുക്ക് കൊളോക്കിലായിട്ട് എങ്ങനെ ചോദിക്കാം? തും ആയത്തെ ക്യാ, തും ആയത്തെ ക്യാ, തും ആയത്താ ക്യാ, തും ആയത്തെ ക്യാ, തും ആയാത്താ ക്യാ, നിങ്ങൾ വന്നിരുന്നോ. ഇനി കുറച്ചും കൂടി ലോക്കലായിട്ട് നമുക്ക് ചോദിക്കാം, കുറച്ചും കൂടി താഴ്ന്ന് നമുക്ക് ചോദിക്കാം.
എന്താണ് റഫായിട്ട് ചോദിക്കുക, പരുക്കനായിട്ട്. തൂ ആയത്തേക്കാ, തൂ ആയത്താ, നീ വന്നായിരുന്നോ, തൂ ആയത്തേക്കാ. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി ലോക്കലായിട്ട് നമുക്ക് ചോദിക്കാം. അതെങ്ങനെ ചോദിക്കാം? തൂ ആയതരേ, തൂ ആയതരേ, നീ വന്നായിരുന്നോടാ, തൂ ആയതരേ, നീ വന്നായിരുന്നോടാ. ഇങ്ങനെ നമുക്ക് പലതരത്തിലും ആ ഒരേ വാക്ക് തന്നെ, ഒരേ സന്ദർഭം തന്നെ പലതരത്തിലും ഉപയോഗിക്കാം. നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വാക്കുകൾ മാറ്റി പലതരത്തിലും ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല, നമ്മുടെ സ്വഭാവം അനുസരിച്ച് മാത്രമല്ല, നമ്മൾ ആ വ്യക്തിയെ എത്രമാത്രം ആദരിക്കുന്നു എന്നതും നമ്മുടെ വാക്കുകളിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മുടെ സീനിയേഴ്സിനോട്, അതുപോലെ മേലധികാരികളോട്, അതുപോലെ ബഹുമാനിക്കപ്പെടേണ്ട ഏതൊരു വ്യക്തിയോടും, മാതാപിതാക്കളോടും, അമ്മാവന്മാരോടും, അച്ചച്ചന്മാരോടും, അമ്മമ്മമാരോടും, അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല വാക്ക് ഉപയോഗിക്കുക, നല്ലതുപോലെ ഉപയോഗിക്കുക. ആപ്പ് എന്ന പദം ഉപയോഗിക്കുക, അതുപോലെ ഏകാരം കൂട്ടി ഉപയോഗിക്കുക. ക്യാ ആപ്പ് ആയത്തേ, ക്യാ ആപ്പ് ആയത്തേ, അങ്ങ് വന്നിരുന്നുവോ, ക്യാ ആപ്പ് ആയത്തേ, അങ്ങ് വന്നിരുന്നുവോ, ക്യാ ആപ്പ് ആയേ, അങ്ങ് വന്നു. ആ, നമ്മൾ ഒരാളെ പ്രതീക്ഷിച്ചു, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും 5 മിനിറ്റ് മുമ്പ് ആളെത്തി. അപ്പോൾ നമ്മൾ സന്തോഷത്തോട് ചോദിക്കുകയാണ്, ക്യാ ആപ്പ് ആയേ, അങ്ങ് വന്നു, ക്യാ ആപ്പ് ആയേ, അങ്ങ് വന്നോ. പിന്നെ നമ്മൾ അദ്ദേഹത്തെ ഹഗ് ചെയ്തു. ഗലേലക, ഗലേലക, ഹഗ് ചെയ്തെന്ന് പറഞ്ഞത് ഗലേലക. അല്ലെങ്കിൽ എന്താണ്? ലിപ്പട്ട, ലിപ്പട്കർ പക്കട, ലിപ്പട്കർ പക്കട എന്ന് പറയും. എങ്ങനെ? കെട്ടിപ്പിടിച്ചു. ലിപ്പട്കർ പക്കട, ലിപ്പട്കർ പക്കട. അല്ലെങ്കിൽ ഹഗ് ചെയ്തെന്ന് പറയുന്നതിന് പറയും ലിപ്പട്കർ പക്കട എന്ന് പറയും. പിന്നെന്ത് പറയും? ലിപ്പട്ട എന്ന് പറയും. പിന്നെന്ത് പറയും? ഗലേലക എന്ന് പറയും. ഗല എന്ന് പറഞ്ഞതാണ്. ഗലേലക എന്ന് പറഞ്ഞാൽ തോള് കെട്ടിപ്പിടിച്ചിട്ടാണ്, അതും പറയും. ആയേ, 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 വന്നോ, ആയ് വന്നു, ആയ് വന്നു. അത്രേ ഉള്ളൂ. ഇത് നല്ല അടിപൊളി വാട്സാപ്പ് ക്ലാസ് ഒറ്റ മാസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം. വെറും ഒറ്റ മാസം കൊണ്ട് പഠിപ്പിച്ചു തരാം. 3 മാസത്തെ ഇപ്പോൾ ഒരു പാക്കേജ് ഉണ്ട്, ഓഫറാണ്. ഓഫർ തീർന്നിട്ടില്ല, കുറച്ച് ദിവസം കൂടി നമ്മൾ ഓഫർ നീട്ടിയിട്ടുണ്ട്. കുറേയൊക്കെ റിക്വസ്റ്റ് ചെയ്തു, ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് കൂടാം, വിഷു കഴിഞ്ഞിട്ട് കൂടാം, അതല്ല ഈസ്റ്റർ കഴിഞ്ഞിട്ട് കൂടാമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കുറച്ച് കൂടി ഞാൻ നീട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു അവസരമാണ്. ഈ ഓഫറിൽ തന്നെ 7000 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ വെറും 2000 രൂപയ്ക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക, വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. പിന്നെ വേറൊരു സ്കീമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. ഒരു മെഗാ ഓഫർ പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ അവതരിപ്പിക്കുന്നത്. കുട്ടികളെ സ്കൂളിലെ ഏറ്റവും ടോപ്പ് 1 ആക്കാൻ വേണ്ടിയിട്ട്, നമ്പർ 1 ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സുവർണ അവസരം നൽകുകയാണ്. വെറും 500 രൂപയ്ക്ക് ഏറ്റവും പഠിക്കാൻ മോശമായിട്ടിരിക്കുന്ന കുട്ടിയെ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയും ക്ലാസ്സിലെ ട്യൂട്ടറുമാക്കി മാറ്റുന്ന, ഹിന്ദിയുടെ കാര്യത്തിൽ കുട്ടിയെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എൻ്റെ അടുത്ത് വന്ന് ട്യൂഷന് വരുന്ന സമയത്ത് ആ കുട്ടിക്ക് പകുതി അക്ഷരങ്ങൾ അറിയത്തില്ല, അക്ഷരങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ അറിയില്ല, അത് ലെവലിൽ എഴുതാൻ അറിയില്ല. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഒരു വാക്കിൻ്റെ അർത്ഥം അറിയില്ല. അത്തരം കുട്ടികളെ ആ ക്ലാസ്സിൽ തന്നെ ഏറ്റവും പുറകിലെ ബെഞ്ചിലേക്ക് മാറ്റിയിരുന്ന അതേ കുട്ടികളെ ഏറ്റവും മുന്നിലെ ബെഞ്ചിലേക്ക് വരികയും എന്തെങ്കിലും മറ്റു കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് മനസ്സിലാകാത്ത സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻസിനെ കൊണ്ട് അത് അവർ പറഞ്ഞു കൊടുപ്പിക്കുക, അവരെ ട്യൂഷൻ ചുമതല ഏൽപ്പിക്കുകയും ചെയ്താൽ അത്രമാത്രം നല്ല ഒരു വ്യത്യാസം ആ കുട്ടികളിലേക്ക് ഒരൊറ്റ മാസം കൊണ്ട്, ഈ അവധിക്കാലത്ത് 1 മാസത്തെ ഒരു കോച്ചിങ് കൊണ്ട് ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനും സ്വയം ഹിന്ദി പഠിക്കാനുള്ള ഒരു കഴിവിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അവരുടെ എബിലിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചില ചെറിയ ടെക്നിക്കുകളിലൂടെ ഗ്രാമർ പഠിപ്പിക്കാതെ തന്നെ കുട്ടികളെ എങ്ങനെ നന്നായിട്ട് അധ്യാപകൻ പഠിപ്പിക്കുന്നത് എങ്ങനെ കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്യാം, എങ്ങനെ പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാം, അത് എങ്ങനെ എക്സാമിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അവരെ സഹായിക്കാൻ മാത്രമല്ല, ഹിന്ദി സംസാരിക്കാനും അവർ പഠിക്കുന്നു, ഒറ്റ മാസം കൊണ്ട് സംസാരിക്കാനും പഠിക്കുന്നു. വെറും 500 രൂപയ്ക്ക് ഒരു നമ്പർ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യും. ആ നമ്പറിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ലൈവ് ക്ലാസ് ഉണ്ടാവും. 30 ദിവസത്തെ കോച്ചിങ് കിട്ടും. അതുകൂടാതെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് അയച്ചു തരും. അതോടുകൂടി നമ്മൾ ഇതിൻ്റെ ബേസിക്കെല്ലാം നമ്മൾ മനസ്സിലാക്കും. ഓരോ ആഴ്ചയിലും തരുന്ന ലൈവ് ക്ലാസ്സിലൂടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാം. കൂടാതെ വാട്സാപ്പിലൂടെ നമ്മുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാ ഡൗട്ടുകളും അന്നന്ന് ക്ലിയർ ചെയ്ത് പോകും. നമുക്ക് സൂം മീറ്റിംഗ് വഴി സംസാരിച്ച് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഗ്രൂപ്പിലൂടെ സംസാരിച്ച് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നല്ലൊരു അനുഭവമായിരിക്കും. ഈ അവസരം കളയേണ്ട. ഇതെന്നും നിലനിൽക്കുന്ന ഒരു അവസരമല്ല. ഇന്നു മുതൽ കൃത്യം 5 ദിവസത്തേക്ക് മാത്രം ഈ ഓഫർ നിലനിൽക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. പിന്നീട് ഈ ഓഫർ നിങ്ങൾ ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തി
എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കൾക്ക്, മരുമക്കൾക്ക്, പേരക്കിടാങ്ങൾക്ക്, അവിടെ നമ്മുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ സഹായിക്കുക. ഈ അവസരം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇതേ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ഇതേ നമ്പറിലാണ് ഗൂഗിൾ പേ ഉള്ളത്. 500 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് വാട്സപ്പിലിട്ടാൽ ആ ഇടുന്ന നമ്പർ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതോടെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പം തന്നെ ആരംഭിക്കുകയാണ്. 30 ദിവസം എല്ലാവർക്കും ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോൾ തന്നെ വിളിക്കുക, ഇപ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, ഇപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക, ഇപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ലിപ്പ് സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക.